റീസെന്റ് ഒരു മെസ്സേജ് വന്നു. അല്ല മസാജിന്. നീ അങ്ങോട്ട് അയച്ചാ? അല്ല ഇങ്ങോട്ട് വീട്ടിലൊന്ന് മസാജ് ചെയ്തിരുന്നു മെസ്സേജ്. സോറി. വന്നോ? അത് ഇവൻ നിനക്ക് അയച്ചത്. മസ്താനി എന്തായിട്ട് മറുപടി കൊടുത്തത്? ഞാൻ ഓപ്പണേ ചെയ്തില്ല, ഞാൻ ജസ്റ്റ് വായിച്ചോളൂ. ഉണ്ണി തന്നെ വേറൊരു ഫേക്ക് ഐഡി ഉണ്ടാക്കി അയച്ചു നോക്കി. പല രൂപത്തിലും ഞാൻ കളത്തിലാണ്. എന്റെ രീതികൾ വ്യത്യസ്തമാണ്, ചെലവ് കൂടിയതാണ്. മറുപടി ആവില്ല. ഇത് എല്ലാവർക്കും പന്നുണ്ടെന്ന് തോന്നിക്കാൻ മെസ്സേജ് എനിക്ക് വന്നത്. One thing you do when nobody is watching. ആരും അറിയാതെ ചെയ്തത് ഇവിടെ എല്ലാരും മുമ്പിൽ പറയാൻ. If your life was a movie, what would be the title? Fun-filled comedy. ധ്യാൻ ചേട്ടനെ എന്ത് കഴിവ് മോഷ്ടിക്കും? സാർ ഞാൻ പറഞ്ഞിട്ട് കഴിവേറി അടുത്തറിഞ്ഞപ്പോ ഞെട്ടിപ്പോയൊരു കാര്യം എന്താ ധ്യാൻ ചേട്ടൻ? അയ്യോ, അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ കേട്ടോ. ഒരു ലഗേജ് ഏറ്റവും കുറവ് ലഗേജ് എന്ന് പറയുന്നത് നമുക്ക് ലഗേജ് ഇല്ല. ഞങ്ങളെല്ലാം അല്ല ഷൂട്ടിന് വരുമ്പോ ലഗേജ് കൊടുക്കൂല, ജീവിതത്തിൽ ഒരു ബാഗേജും ചുമക്കൂല. ഓ അത് കൊള്ളാം. അല്ല അത് എനിക്ക് പുള്ളിയുടെ കിട്ടിയാ കൊള്ളാന്നുണ്ട്. കാരണം വളരെ അത് ഭയങ്കരമാണ്. ലൈഫിനെ കാണുന്ന ഒരു ഈസിനെസ് ഉണ്ട്, അത് പൊളിയാണ്. പഠിക്കടാ ഉണ്ണില്ലല്ലോ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ബമ്പിളൊക്കെ ഉണ്ട്. ധ്യാൻ ചേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ആപ്പ് ഉണ്ട്, ഹിഞ്ച്. ഞാൻ ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂല് ധ്യാൻ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ഡേറ്റിംഗ് ആപ്പാ. ഡേറ്റിംഗ് ആപ്പാ, നല്ല ആപ്പാ. പക്ഷെ ഭയങ്കര പാടായില്ല അക്കൗണ്ട് എടുക്കാൻ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഈ ഇന്റർവ്യൂവിന് ശേഷം എന്നെ ബ്ലോക്ക് ചെയ്യോ? ഓക്കെ, ഉണ്ണീനോട് തന്നെ ചോദിക്കാം. സെറ്റിൽ ഉണ്ടായ ഒരു എംബാരസിംഗ് മൊമെന്റ്. എന്താന്ന് പറ. അതിനർത്ഥം സെറ്റിൽ അങ്ങനത്തെ മൊമെന്റ്സ് ഒന്നും ഇല്ലായിരുന്നു. സെറ്റിൽ ഭയങ്കര ഫണ്ണായിരുന്നു, ഹാപ്പി സീൻ ആയിരുന്നു. സെറ്റിൽ ഇതുപോലെയൊക്കെ തന്നെ. ഇതൊക്കെ തന്നെ. Okay. One thing you do when nobody is watching. ആരും അറിയാതെ ചെയ്തത് ഇവിടെ എല്ലാരും മുമ്പിൽ പറയാൻ. പറഞ്ഞില്ല കാണിച്ചാലും മതി. പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതെന്ത് ചോദ്യ? നല്ല ചോദ്യം. ഇത് എന്തിനാണ് ഫസ്റ്റ് കൊടുക്കണേ? എന്ത് ആരും അറിയാതെ ചെയ്യുന്നത് ഓട്ടെന്ന് പറ. അത് ഇത് കളിച്ചോദ്യാ? കുസൃതി ചോദ്യമാണല്ലേ? Okay, if your life was a movie, what would be the title? Fun-filled comedy. അതിന് മുമ്പ് ഏത് ചേർക്കണം? മുമ്പ് ചേർക്കണോ അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ കൊടുക്കണം? Okay, one habit you wish you could delete like a WhatsApp message. അങ്ങനെ ഒരു മോശം ഹാബിറ്റ് ഉണ്ടോ? പാസ്. പറഞ്ഞിട്ട് പോയാൽ മതി. പറഞ്ഞിട്ട് പോയാൽ മതി. അതിപ്പോ എന്തുട്ടാ, എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലെന്നേ. ഉണ്ണിലാലുമായിട്ടുള്ള സൗഹൃദം സൗഹൃദം കൊണ്ട് കിട്ടിയ സന്തോഷ നിമിഷങ്ങൾ. അതെ
അത് ഇൻസ്റ്റാമാർട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒക്കെ ഉണ്ടോ? ടിൻഡർ ബമ്പിളൊക്കെ ഉണ്ടോ? അരികെ അരികെ പറയാലോ. എനിക്കറിയില്ല അതൊക്കെ എന്താ കാരണം ഇത് വായിച്ച മര്യാദക്ക് വായിക്കാൻ പറ്റും. അരികെന്ന് കണ്ടപ്പോ പക്ഷെ ധ്യാൻ ചേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ആപ്പ് ഉണ്ട്, ഹിഞ്ച്. ഞാൻ ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂല് ധ്യാൻ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു നിങ്ങൾ ആപ്പ്. ഹിഞ്ച് ഇവിടെ 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 അതാണ് ഹിഞ്ചോ. ഡേറ്റിംഗ് ആപ്പാ. ഡേറ്റിംഗ് ആവാം, നല്ല ആപ്പ്. പക്ഷെ ഭയങ്കര പാടായില്ല അക്കൗണ്ട് എടുക്കാൻ. ആണോ? ഇന്ന് എടുത്തിട്ട് ഉണ്ണിലായിരിക്കും. Okay, one co-star who eats the most on set. വൺ Co-star who eats most on set. ഫുഡ് ഏറ്റവും കൂടുതൽ കഴിക്കും. അതിന്റെ ആ ഫുഡിന്റെ പുള്ളിയായിരുന്നു. ഡെയിലി അൽഫാം കഴിക്കുന്നതല്ല, ഏറ്റവും കൂടുതൽ കഴിക്കണം. ഞങ്ങൾക്കൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നു. ഡെയിലി അന്നദാനമായിരുന്നു. അല്ല നമ്മള് കഴിക്കുകയും ചെയ്തില്ല. അതായത് നോൺ വെജ് അന്നദാനം. വെജ് ആയിരിക്കും. എല്ലാ ദിവസവും ഞാൻ ഫുഡ് മേടിക്കും. എന്നിട്ട് ഇന്ന് എന്താ വേണ്ടത് ചോദിക്കും. ആ. അങ്ങനെ ഒരു ഹീറോനെ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ട്. പോണില്ല, ഞാൻ മേടിച്ചു തരാതെ നിർത്തിയില്ല. എങ്ങനെ തിന്നാലും ഇപ്പൊ ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ല, കാരണം ആ കാരവൻ തുറന്നു കിടക്കുക. എല്ലാവരും ഒരു നല്ല privacy, ഫുഡ് ആ. ഏറ്റവും നല്ല ഹോട്ടലാണ് അവിടെ. അല്ല അത് നല്ല food. പാലക്കാട് നമ്മള് സിറ്റിയിൽ അധികം ഷൂട്ട് ചെയ്യാറില്ല. ഷാജോട്ടൻ ടൗണിൽ തന്നെ ഉള്ള മെയിൻ ഹോട്ടലുകളൊക്കെ ഷാജോട്ടിന് നാടാണല്ലോ, സ്വന്തം നാടാണല്ലോ. അങ്ങനെ നമ്മൾ ആ ഫുഡ് ആ ദിവസങ്ങൾ മുഴുവൻ നമ്മൾ എക്സ്പ്ലോർ എല്ലാം ചെയ്തു. എല്ലാ ഫുഡും. രാത്രി ഒരു ദിവസം നമ്മൾ ഒരു രാത്രി ഒരു കടയിൽ നിന്ന് ഒരു നെയ്ച്ചോറും നമ്മള് ഡെയിലി നോൺ വെജ് അടിച്ചോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വയ്യാതായപ്പോഴത്തേക്ക് ദിവസം വെജ് പറഞ്ഞ ഓർമ്മയുണ്ട്. മറ്റേ ഓർമ്മയില്ലേ അതൊരു അജൂര് ഓർമ്മയുണ്ട അന്ന് നോക്കിയപ്പോഴേ എല്ലാം നോൺ വെജാ. അപ്പൊ ഇടയ്ക്ക് ഒരു ദിവസം ആർക്കോ ഫുഡ് പോയ്സൺ അടിച്ചു. എന്താകുമ്പോഴത്തേക്ക് അല്ല ഓർമ്മയില്ല പേടിച്ചിട്ട് നോൺ വെജ് കൊണ്ട് അതിപ്പോ കാണാം മസാല വെച്ച് വെച്ചോണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് അതായത് ഫാസ്റ്റ് കാര്യത്തിൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞേ ധ്യാൻ ചേട്ടൻ. ആ ഒറ്റ ദിവസം അത് കഴിഞ്ഞ് വീണ്ടും കണ്ടിന്യൂ. Okay. One thing fans would be shocked to know about you. That I can't speak Malayalam. But you are trying to speak Malayalam. Yeah. അതിൽ ഷോക്കാവില്ല. I think that I sleep for 14 to 16 hours. I love to sleep. every day. Yeah, I can sleep for 12 hours minimum. 12 hours. എനിക്ക് ടോട്ടൽ എത്ര hours ആ ഉള്ളത്? എനിക്ക് ഓൺ ദ സ്പോട്ടിൽ ഉറങ്ങാൻ പറ്റും. നീ കണ്ണു തുറക്കുമ്പോഴേക്ക് ഉണ്ണിലാലും ഒരു മാജിക് കാണിച്ചു. അവൻ seconds മതി. അതല്ല മസ്താനിക്ക് ഓൺ സ്പോട്ടിൽ ഉറങ്ങാൻ പറ്റും. എല്ലാരും ഉറങ്ങിയാണല്ലോ ഉണർത്ത് എല്ലാം പെട്ടെന്ന് കിട്ടും. മരിച്ച് ഞാൻ കിട്ടിയത് ഒരു ഒലക്കീറ് ഇന്റർവ്യൂ ഇവിടെ കൊണ്ട് കിട്ടിയത്. ഞങ്ങൾ പറയുന്നു ഫൺ ഫിൽഡ് ഫാമിലി. ഒരു റൗണ്ട് കൂടി പോവാ. കഴിഞ്ഞില്ലേ? ഈ കഥയില് ത്രില്ലർ ഇപ്പൊ ഇവനും ഇതിനകത്ത് ഹ്യൂമർ ഇവന്. അത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമർ കറക്റ്റ് ആയിട്ട് വരുന്നു. മറ്റേ ആലോചിക്കും എന്താ Okay. കൂടെ ഉള്ള ആക്ടേഴ്സിന്റെ അടുത്ത് നിന്നും മോഷ്ടിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു ടാലന്റ് മനസ്സ് ആരുടെ? എല്ലാവരുടെയും മോഷ്ടിക്കണം എന്നുള്ളത്. എന്ത് കഴിവ് മോഷ്ടിക്കണം? ധ്യാൻ ചേട്ടനെ എന്ത് കഴിവ് മോഷ്ടിക്കണം? ഫുഡ്. സാറേ ഞാൻ പറഞ്ഞിട്ട് എന്നെ കഴിവേറി ധ്യാനിന്റെ മോഷ്ടിക്കാനുള്ള കഴിവെന്ന് പറയുന്നതല്ല. കഴിവെന്ന് പറയുന്നത് നമുക്ക് ആസ് ആൻ ആക്ടർ എന്ന് പറഞ്ഞ് മോഷ്ടിക്കാൻ പറ്റില്ലല്ലോ. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ധ്യാനിന്റെ കാര്യങ്ങൾ. ധ്യാനിന്റെ കുറെ രീതികളുണ്ട്. അതിനെനിക്ക് ഭയങ്കരമായിട്ടുള്ള നമ്മൾ അടുത്തറിയുമ്പോഴല്ലേ കൂടുതൽ അറിയുന്നത്. അടുത്തറിഞ്ഞപ്പോ ഞെട്ടിപ്പോയൊരു കാര്യം എന്താ ധ്യാൻ ചേട്ടൻ? അയ്യോ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ കേട്ടോ. ഒരു ആക്ടർ ഞാൻ ജീവിതത്തിൽ അല്ല വേറെ അറിയാമോ ഉണ്ണിയുടെ റൂമിൽ ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻ പൗഡർ 10 ഗ്ലാസ് 10 വാച്ച് ധ്യാനിന്റെ റൂം ചെല്ലണം.
ഇപ്പഴും അങ്ങോട്ട് ക്ലീൻ ചെയ്ത് പോയാണെങ്കിൽ ബെഡ്ഷീറ്റ് ഒന്നും അനങ്ങുകയോ ആ തലയുടെ പില്ലോ ഒന്ന് മാറി കിടക്കുകയോ ഒന്നുമില്ല. വാഷ്റൂം എല്ലാം ക്ലീൻ. ഒന്നും കൊണ്ടല്ല, ധ്യാനുള്ള കോസ്റ്റ്യൂംസ് എന്തായാലും ലൊക്കേഷനിലുണ്ട്. അപ്പൊ അത് ചേഞ്ച് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ലുങ്കി വേണേ അവിടെ കിട്ടും, ഷർട്ട് വേണേ അവിടെ കിട്ടും. ലുങ്കി ഒന്നുമില്ല, അല്ല എന്ത് വേണമെങ്കിലും. അല്ല അതുപോലെ തന്നെ ഹോട്ടലിൽ, വലിയ ഹോട്ടലല്ലേ, അവിടെ ബ്രഷ്, ബെസ്റ്റ് ഷേവ്സ് എല്ലാം ഉണ്ടാകും. ഒരു ലഗേജ് ഏറ്റവും കുറവ് ലഗേജ് എന്ന് പറയുന്നത് നമുക്ക് ലഗേജ് ഇല്ല. ഭയങ്കരമായിട്ട് യാത്ര ചെയ്യോ, ലക്ഷറി ആയിട്ടുള്ള വണ്ടിയിലേക്ക് വരിക, കാര്യങ്ങൾ ചെയ്യുക, ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യുക, പോകുക. അല്ല ഷൂട്ടിന് വരുമ്പോ ലഗേജ് കൊടുക്കൂല, ജീവിതത്തിൽ ഒരു ബാഗേജും ചുമക്കൂല. അല്ല അത് എനിക്ക് പുള്ളിയുടെ കിട്ടിയാ കൊള്ളാന്നുണ്ട്. കാരണം അത് ഭയങ്കരമാണ്. ലൈഫിനെ കാണുന്ന ഒരു ഈസിനെസ് ഉണ്ട്, അത് പൊളിയാണ്. ഞാൻ അതിനുശേഷം പലപ്പോഴായിട്ട് നാളെ മുതൽ ഉണ്ണിലാലോ എന്റെ റൂമിൽ. പക്ഷെ എന്തില്ലെങ്കിലും സോഡയും ഇഷ്ടമാട്ടെന്ന് ഞാൻ പറഞ്ഞ സാധനമുണ്ടോ? അല്ല ആക്ച്വലി ഈ പറയുന്ന രീതിയിൽ ഞാനിപ്പോ യാത്രകൾ ചെയ്യുമ്പോ മാക്സിമം എന്തൊക്കെ ഒഴിവാക്കാമെന്ന് നോക്കും. എന്നിട്ട് നമുക്ക് എത്തില്ല, എന്നാലും മാക്സിമം നോക്കും. അങ്ങനെ ഒരു യാത്ര നല്ലതാ, നല്ല രസമാണ് ഈ പറയുന്നത്. ഞാൻ റൂമിൽ ഇത്രയും നീറ്റായിട്ട് റൂം ഇടുന്ന ഈ പറയുന്ന പെർഫ്യൂമോ ഒരു സാധനം. അത് ശരിയാ. അന്ന് ഖത്തറിൽ പോയ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ധ്യാൻ ചേട്ടന്റെ സ്യൂട്ട് കേസ് വെയിറ്റ് ഇല്ല. ഒന്ന് വെറുതെ ഞാൻ ഇതിനോ എടുത്തു തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ടാണ്. ഹോട്ടലിലെ ബ്രഷ് പേസ്റ്റ് അതൊക്കെ എടുത്തു. അല്ല പക്ഷെ അത് ഇന്നസെന്റ് ആയിട്ട് പണ്ടൊരിക്കൽ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടുന്ന് ദുബായിൽ എയർപോർട്ടിൽ നമ്മൾ ലോഞ്ചിലിരിക്കുന്ന സമയത്ത് പുള്ളി ഒരു ഇത് പറയാം, അതായത് ഹോട്ടലിൽ നിന്ന് പുള്ളി പറയുന്നത് നമുക്ക് വേണ്ടി മാത്രം നമ്മളെ ചാർജ് ചെയ്യുന്നതാണ് ഇത് മുഴുവൻ. ലക്ഷറി സാധനങ്ങളായിരിക്കും, ഈ 7 സ്റ്റാർ ഹോട്ടലിലെല്ലാം അതുപോലെ ആയിരിക്കും. പുള്ളി ആ സമയത്ത് ഇറ്റലിയിൽ നിന്ന് ഇവിടുന്ന് വരിക, പുള്ളി അതെല്ലാം പാക്ക് ചെയ്ത് പുള്ളി എടുത്തു. പുള്ളി പറഞ്ഞ് ഞാൻ പാക്ക് ചെയ്ത് ഞാൻ എടുക്കും, കാരണം ഒരു ഷേവിംഗ് സെറ്റിൻ്റെ ഇവിടുത്തെ നാട്ടിലൊരു വിലയൊന്ന് ആലോചിച്ച് നോക്കണം. അതുപോലെ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഇത് പേസ്റ്റ് ഒന്നും ആയിരുന്നു. ഇതെല്ലാം പുള്ളി പറയുന്നത് വെച്ചാൽ നമുക്ക് അവകാശപ്പെട്ടാണ്, നമ്മൾ അത്രയും പൈസ പേ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതെടുത്ത് പുള്ളി കയ്യിൽ വയ്ക്കും. അപ്പൊ നമുക്ക് എടുക്കാം, അതെല്ലാം നമുക്ക് എടുക്കാം. തലേണ മെഷിക്കാൻ നടത്തുമ്പോൾ എനിക്ക് അവകാശപ്പെടാൻ ടോയ്ലറ്റ് പേപ്പർ ഒന്നും എടുത്തിട്ട് വരും. കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും വിയർഡസ്റ്റ് ആയിട്ടുള്ള മെസ്സേജോ പറയാൻ പറ്റൂല. അല്ല പറഞ്ഞതാ, മെസ്സേജ് ആണോ മെസ്സേജ് അല്ലേ? മെസ്സേജ് എങ്ങനെ മെസ്സേജ്? ഡിഎംഒ? അതെനിക്ക് ഊഹിക്കാം. സ്ഥിരം വന്നതിന് നോർമലായി, വിയേർഡായിട്ടുള്ളത് വേറെ. മെസ്സേജ് റീസെന്റ് ഒരു മെസ്സേജ് വന്നു, ചത്തൂടെ അല്ല മസാജിന് ഒരാള് റീസെന്റ്. നീ അങ്ങോട്ട് അയച്ചാ? അല്ല ഇങ്ങോട്ട് വീട്ടിലൊന്ന് മസാജ് ചെയ്തിരാന്ന് ഒരു മെസ്സേജ്. സോറി. അയ്യോ അതെനിക്ക് വന്നിട്ടുണ്ട്. വന്നോ? ഒരു ബ്ലാക്ക് വൈറ്റ് അത് ഇവൻ നിനക്ക് അയച്ചത്, നീ അവനെ അയച്ചാ? എനിക്ക് വന്നിട്ടുണ്ട്. ഒരു ഫോളോവേഴ്സ് ഇല്ലാത്ത അക്കൗണ്ട്. ഇത് അവര് ടാർഗറ്റ് ചെയ്യുന്ന ഇതില് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരൊന്നും വന്നിട്ടില്ല. ഈ ഫീൽഡില് കഴിവ് തെളിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ. മസ്താനി എന്തായിട്ട് മറുപടി കൊടുത്തത്? ഞാൻ ഓപ്പണേ ചെയ്തില്ല, ഞാൻ ജസ്റ്റ് വായിച്ചോളൂ. കാരണം ഇവിടുത്തെ നമുക്ക് തായ്ലൻഡ് ഉണ്ണി തന്നെ വേറെ ഫേക്ക് ഐഡി ഉണ്ടാക്കി അയച്ചു നോക്കി, മറുപടി ആവില്ലെന്നുണ്ടപ്പോ ഇത് എല്ലാവർക്കും പന്നുണ്ടെന്ന് തോന്നിക്കാൻ മെസ്സേജ് എനിക്ക് തോന്നുന്നു. അതെ ഞാന് ഇവിടെ അയച്ചു പറയുന്ന മിക്ക മെസ്സേജ് ഇവിടുത്തെ നമുക്ക് ആർക്കും വന്നിട്ടില്ല. അത് നിന്നോട് തന്നെ പറഞ്ഞ് അതിനെ നോർമലൈസ് ചെയ്യാൻ നോക്കി ഇവന്റെ ബുദ്ധി ഒന്ന് ആലോചിച്ചത്. നിനക്ക് അയച്ചിട്ടുണ്ട് ഈ സാധനം, നിനക്ക് അയച്ച വിയർഡസ്റ്റ് മെസ്സേജ് മസാജിന്റെ സാധനം അതല്ലേ? സാധനം ഇതും തന്നെ ഭീഷ്മം.
ഇവരാണ് ഒരേ ഒരു അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പടത്തെ കുറിച്ച് എന്തെങ്കിലും പറയാം. ധ്യാൻ ചേട്ടൻ ഇന്റർവ്യൂവിൽ അതില്ല. ചോദിക്കുന്നത് അല്ല. അതല്ല, അങ്ങനെ ഉത്തരം മുട്ടി പോകും. പിന്നെ ഓക്കെ, സീക്രട്ട് ആയിട്ട് റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു സിനിമാറ്റിക് ഡയലോഗ്. സീക്രട്ട് ആയിട്ട് റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന സീക്രട്ട് ആയിട്ടോ മനസ്സിലൊക്കെ പറയുന്നു പ്രഭാകര നമ്മൾ ഇന്നലെ യൂസ് ചെയ്തത് ഒരു തരത്തിൽ ജീവിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഏത് ഡയലോഗാ ഓർമ്മയുണ്ടോ എന്തെങ്കിലും സിനിമയില് അല്ല, ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സിനിമ ഡയലോഗ്, സീക്രട്ട് അല്ല. മറ്റേ പറഞ്ഞോളൂ ലൂസിഫറില്ല നിന്റെ തന്തി പലരോടും പറയണം എന്നുള്ള ഒരു സാധനം. പലരും കാണുമ്പോ പറയണം തോന്നുന്ന ഒരു സാധനം അതാ. നിന്റെ തന്തയല്ല നിന്റെ തന്ത. എന്തായിരിക്കും ഇല്ല, വെള്ളം അടിച്ചോണ്ട് പറയാല്ല. അപ്പൊ എല്ലാം സ്ലിം ചെയ്ത് അടുത്ത പടത്തെ ഹീറോ ആവാൻ വേണ്ടി കംപ്ലീറ്റ് കാര്യങ്ങളും. എനിക്ക് നോൺ വെജ് പോലും കട്ട് ചെയ്തു തോന്നുന്നു. നോൺ വെജ് ഉണ്ട്, ഫുൾ ടൈറ്റിലാണ്. ഓക്കെ, നെക്സ്റ്റ്. ഒരു ദിവസം ഫോണിന്റെ ഗാലറി ലീക്ക് ആയാല് ആളുകൾ എന്ത് കണ്ടിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ചിരിക്കാൻ പോകുന്നത്? ഫോൺ കണ്ടിട്ട് ഏറ്റവും വില കുറഞ്ഞ ഫാനാണ് ഫോണിന്റെ ഗാലറി. ഗാലറി അത് സ്ക്രീൻഷോട്ട് കണ്ടിട്ടായിരിക്കും. ആണോ? അത് വീഡിയോ കോൾ ചെയ്യില്ലേ, അപ്പൊ കൊച്ചുങ്ങളായിട്ടൊക്കെ വീഡിയോ കോൾ മീൻസ് പിള്ളേരെ. അപ്പൊ ഞാനിങ്ങനെ ഓരോ കോപ്രായൊക്കെ കാണിക്കും, എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാറുണ്ട്. പിന്നീട് കാണിച്ച് വൈഫ് പൊട്ടിച്ചിരിക്കാറുണ്ട്. മറ്റേ മോന് മറ്റേ ഇത് ഇഷ്ടമാണ്. വാട്സപ്പിലൊരു ഇതുണ്ടല്ലോ, നമ്മള് ഫിൽട്ടർ അല്ല, നമ്മുടെ മുഖം ഇങ്ങനെ അത് ഇട്ട് കാണിക്കുമ്പോ അവൻ ഭയങ്കര നമ്മള് വീഡിയോ കോൾ കളിക്കുമ്പോൾ ഇടയ്ക്ക് ഉപയോഗിക്കും. ഡെയിലി ഉപയോഗിക്കുന്ന ഒരു വാർണിംഗ് ലേബിൾ, അതായത് അഖിൽ ചേട്ടൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു വാർണിംഗ് ലേബിൾ എഴുതി കാണിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഞാൻ പോണോ വാണിംഗ് എഴുതി കാണിക്കാണെങ്കിലോ? നമ്മളിങ്ങനെ അഖിൽ ചേട്ടനെ നോക്കുമ്പോ ഒരു വാർണിംഗ് എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? വികസനം മുന്നോട്ട്. ഞങ്ങള് മുന്നോട്ട് പോകുന്നത് ഞങ്ങളെ വികസനം, ഞങ്ങളുടെ ക്ഷേമം. അതല്ല, അല്ല, നിങ്ങളുടെ അടുത്ത് വരുമ്പോ സൂക്ഷിക്കണം എന്ന് നിങ്ങൾക്ക് തന്നെ മറ്റുള്ളവരോട് പറയാനുള്ള ഒരു കാര്യം. അതാണ് അതിന്റെ അർത്ഥം. വാണിംഗ് അങ്ങനെ എന്താണ്? Okay, last question. One thing you pretend to like but actually hate. These people. These guys. No, not like these people. No. Waking up early. Okay, അപ്പൊ എന്നാലും ഭീഷ്മർ ഒരു അതൊരു നേരത്തെ അപ്പൊ ഒരു ഫൺ ഫിൽ ഫാമിലി എന്താണ് കോമഡി ത്രില്ലർ ഭീഷ്മർ. കണക്ട് ചെയ്ത് പറയല്ലേ, ബ്രോക്കൺ ഇംഗ്ലീഷ് ആകല്ലേ. മോർണിംഗ് മേക്കപ്പ്. ഓക്കെ, അപ്പൊ എന്നാലും മാർച്ച് 20 തിയേറ്ററിൽ റിലീസ് ആവാണ്. അപ്പോ ഇതേപോലെ തന്നെ ഒരു ഫൺ ഫിലിം ആയിരിക്കും, ഫൺ ഫിൽ ഫാമിലി കോമഡി ത്രില്ലർ ആയിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. നീ എന്തിനാ മോളെ വിളിച്ചത്? ക്ലൈമാക്സ് സ്കോർ ചെയ്യുന്നു മോളെ. ക്ലൈമാക്സ് എങ്കിലും ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.